ഹലോ, നമ്മൾ കുറേ ആയില്ലേ കണ്ടിട്ട്. കുറേ നേരം എനിക്കൊന്നൊരു 1 മന്ത് അത്രയും കണ്ടായിട്ടുള്ളതെന്ന് തോന്നി. ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ടല്ലേ. അതൊക്കെ പോട്ടെ. സത്യം പറഞ്ഞാൽ എനിക്ക് മടിയായിരുന്നു, വേറെ കാര്യമൊന്നുമില്ല. പക്ഷേ ഇന്ന് ഞാൻ വീഡിയോ ഇടും. വേറൊന്നുമല്ല, എൻ്റെ 2 ബെസ്റ്റ് ഫ്രണ്ട്സ് വരുന്നുണ്ട്, കാവ്യ അനഹയും. ഞാൻ പഠിക്കാൻ പോയതിൽ എനിക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടിയത് മാത്രമേ ഉള്ളൂ. പഠിക്കാൻ പോയിട്ടും ഗുണം ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ കുറച്ച് അടിപൊളി ഫ്രണ്ട്സിനെ എനിക്ക് കിട്ടി. അതിൽ 2 പേരാണ് കാവ്യ അനഹയും. എനിക്ക് ഡിഗ്രിക്ക് പഠിക്കാൻ പോയപ്പോൾ കിട്ടിയതാട്ടാ. അന്നും ഇന്നും എപ്പോഴും എൻ്റെ കൂടെയുള്ള 2 ബെസ്റ്റ് ഫ്രണ്ട്സാണ്. എനിക്ക് എന്തുണ്ടെങ്കിലും എപ്പോൾ വേണമെങ്കിലും വിളിച്ച് പറയാം. എന്നെ എപ്പോഴും ഞങ്ങൾ വിളിച്ച് സംസാരിക്കത്തില്ല, മെസ്സേജ് അയക്കത്തില്ല, കാണുന്നത് പോലും വല്ലപ്പോഴും. എനിക്കൊന്ന് കഴിഞ്ഞ ഓണത്തിൻ്റെ സമയത്ത് അനഹയ്ക്കൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവളുടെ ഓപ്പറേഷനും കഴിഞ്ഞ് അവളുടെ റെസ്റ്റും കഴിഞ്ഞപ്പോഴാണ് ഞാനും കാവ്യയും കൂടി ഇവിടുന്ന് കാണാൻ പോകുന്നത്. അന്നാണ് ലാസ്റ്റ് ഞങ്ങൾ മീറ്റ് ചെയ്യുന്നത്. ഇത് ഇപ്പോഴാണ്. ഇനി അടുത്തായിട്ട് കാണാൻ പോവുകയാണ്. ഇനി എപ്പോഴാണെന്ന് എനിക്കറിയത്തില്ല. വേറൊന്നുമില്ല, കാവ്യയുടെ കല്യാണമാണ് നെക്സ്റ്റ് മന്ത്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഫസ്റ്റ് മാരേജാണ്. കല്യാണം കഴിച്ചവളങ്ങ് പോവുക. അപ്പം ഇനി എപ്പോഴാണ് ഇങ്ങനെ കൂടുന്നതെന്നോ കാണുന്നതെന്നോ ഒന്നും അറിയത്തൊന്നുമില്ല. അത് കാരണം കുറേ നാളായിട്ട് പ്ലാൻ ചെയ്യുവാണ്. കല്യാണം ഉറപ്പിച്ചിട്ട് തൊട്ട് പ്ലാൻ ചെയ്യുക. കാവ്യയുടെ കല്യാണമുള്ളൂ. ഇനി എപ്പോഴാണെന്നൊന്നും അറിയത്തില്ല. എവിടെയെങ്കിലും പോകണം, ഫുഡ് കഴിക്കണം, കുറച്ച് നേരം ഒരുമിച്ചൊക്കെ ഇരിക്കണം, പഴയതുപോലെ. എപ്പോൾ കണ്ടാലും ഇതൊക്കെ തന്നെയാണ്. വെറുതെ കൊതിയെന്നോണയും പറഞ്ഞിരിക്കും, പുറത്തുനിന്നൊന്നെങ്കിൽ ഫുഡ് വാങ്ങിച്ച് കഴിക്കും. ഇതൊക്കെ തന്നെയാണ് സ്ഥിരം പരിപാടി. അല്ലാണ്ട് വേറെ പ്ലാനിങ് മാത്രം ഉണ്ടാകും. അവസാനം ഒന്നെങ്കിൽ എൻ്റെ വീട്ടിൽ കൂടും. എൻ്റെ വീട്ടിലാണ് മിക്കപ്പോഴും കാണുന്നത്. പിന്നെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ കാവ്യയുടെ വീട്ടിൽ പോകുമായിരുന്നു. ഞങ്ങൾ ഒരു പ്രാവശ്യം അനഹയുടെ വീട്ടിൽ പോയിട്ടുള്ളൂ. അത് അരൂരാണ് അനഹയുടെ വീട്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ രാവിലെ ഇറങ്ങിയാലും ഉച്ചയാകും അവിടെ എത്താനായിട്ട്. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോഴേക്കും തിരിച്ചു പോകാനുള്ള സമയമാവും. അപ്പം അത് കാരണം ഒന്നും നടക്കത്തില്ല. പിന്നെ ഈ കൂട്ടത്തിൽ അനഹയ്ക്ക് മാത്രമേ ജോലിയുള്ളൂ. അത് ഈ ഇടയ്ക്കെങ്ങാണ്ടാണ് കയറിയത്. വേറെ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് 3 പേർക്കും ഒരു പണിയില്ല. ഒരു പണിയില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഭയങ്കര തിരക്കാണ്. എപ്പോൾ കാണാമെന്ന് വിചാരിച്ചാലും എന്തെങ്കിലുമൊക്കെ തിരക്ക് വരും. അങ്ങനെ ഫൈനലി ഇന്നിവിടെ കൂടാമെന്ന് വിചാരിച്ചു. ഇവിടെ വന്നിട്ട് പുറത്ത് ഫുഡ് കഴിക്കാമെന്നൊക്കെയാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ഇനി ഇതൊന്നുമല്ല, ഞാനും അനഹയും കൂടെ കാവ്യയ്ക്കൊരു സർപ്രൈസ് വെച്ചിട്ടുണ്ട്. കാവ്യയ്ക്ക് അറിയാത്തതുകൊണ്ടാണല്ലോ സർപ്രൈസാന്ന് പറഞ്ഞത്. വേറൊന്നുമല്ല, ഒരു കുഞ്ഞു കേക്കൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ച്. ഇതൊന്നുമല്ല കോമഡി. ഞങ്ങൾ സർപ്രൈസാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ആ ബുദ്ധൂസിൽ അത് സർപ്രൈസാന്ന് മനസ്സിലാകത്തുമില്ല. ഞങ്ങൾ കേക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്നില്ല. കേക്കാ എനിക്കാ ഈ ഒരു എക്സ്പ്രഷനായിരിക്കും ഇടാൻ പോകുന്നത്. ഞാൻ എന്തായാലും വീഡിയോ ഇടാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു വികാരം ഇല്ലാത്തൊരു സാധനമാണ്. എങ്ങനെ അതിനെ ഞെട്ടിക്കണമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. പിന്നെ ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നതേ ഉള്ളൂ. അങ്ങനെ കാവ്യ കല്യാണം കഴിക്കാൻ പോയി. ഞങ്ങൾക്ക് വിശ്വസിക്കാൻ വയ്യ. കാവ്യ കല്യാണം കഴിക്കാൻ പോകുന്നത് ഞങ്ങളുടെ കൂട്ടത്തിലെ ആദ്യത്തെ ആളുടെ കല്യാണമാണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ് ആ ഒരു സമയത്തിന് വേണ്ടിയിട്ട്. സത്യം പറഞ്ഞാൽ ഞാൻ കല്യാണത്തിന് ഉണ്ടാകുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയില്ലായിരുന്നു. കുറച്ച് ദിവസം മുന്നേ വരെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ദിവസം ഞാനിവിടെ ഉണ്ടാകുമെന്നും എനിക്കറിയാത്ത കാരണം ഞാൻ പ്രത്യേകിച്ച് ഒന്നും സെറ്റാക്കി വെച്ചിട്ടില്ലായിരുന്നു, ഡ്രസ്സ് പോലും. പക്ഷേ കഴിഞ്ഞ ദിവസമാണ് ഏപ്രിൽ 8 കല്യാണം, ഞാനിവിടെ ഉണ്ടാകും എന്നുള്ള കാര്യം കൺഫേം ആക്കിയത്. പിന്നെ പെട്ടെന്നാണ് ഡ്രസ്സ് മാത്രമേ സെറ്റാക്കിയിട്ടുള്ളൂ. സത്യം പറഞ്ഞാൽ ബാക്കിയൊന്നും സെറ്റാക്കിയിട്ടില്ല. ഇനി ഓർണമെൻറ്റ്സ് ഒക്കെ എടുക്കണം. ഓർണമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ വലിയ ഇതൊന്നുമല്ല. എനിക്കും അനഹയ്ക്കും കുറച്ച് ജ്വല്ലറി അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം. ഡ്രസ്സ് ഓൾമോസ്റ്റ് എല്ലാം ഞങ്ങൾ രണ്ടും കൂടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെന്താ, എടുക്കാനുള്ള റീൽ എടുത്ത് നോക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അറിയത്തില്ല, ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട്. എന്താകും എങ്ങനെയാകും എന്നൊന്നും എനിക്കറിയത്തില്ല. എനിക്കറിയത്തില്ല എന്താ പറയേണ്ടത്. എന്തായാലും കാവ്യയുടെ കല്യാണം ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. അത് കാരണം പേടിക്കണ്ട, എല്ലാം ഞാൻ അന്നത്തെ ദിവസം കാണിച്ചു തരാം. പിന്നെന്താ, ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ അവരെ വന്നിട്ട് അവരെ ഇരുത്തിക്കൊണ്ട് ഞാൻ പറയാം രണ്ടുപേരുടെയും കാര്യങ്ങളൊക്കെ. ഇതാണ് കാവ്യയ്ക്കുള്ള സർപ്രൈസ്. ആളവിടെ ഫോട്ടോസോ വീഡിയോസോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അനഹയായിട്ട് അറിഞ്ഞിട്ടില്ല. ഞാനിതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടാണ്. അപ്പോൾ ഇനി അവളെ വിളിച്ചിട്ട് വരാം. ഓക്കെ. ഗൈസ്, കാവ്യനെയും കൊണ്ട് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. ഞാൻ പറഞ്ഞേ, എൻ്റെ വീട്ടിൽ ഹോം സ്റ്റേ നടത്തുന്നുണ്ട്. അപ്പം വീടിനോട് ചേർന്നുള്ള റൂമിലായിരുന്നു ഞങ്ങൾ അത്രയും നേരം ഇരുന്ന് വെച്ചിരുന്നത്. അപ്പം ഞാൻ പറഞ്ഞിട്ട് അവിടെ ഗസ്റ്റ് വരുന്നുണ്ട്, നമുക്ക് അപ്പുറത്തെ കോട്ടേജിലോട്ട് പോകാമെന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോകും. അവൾക്കറിയത്തില്ല അവിടെ ഇതൊക്കെ ഉണ്ടെന്ന്. പക്ഷേ ഇവളാണെങ്കിൽ ഞാൻ വിളിച്ചുകൊണ്ട് വരുന്ന വഴിക്ക് അവിടെ ചാമ്പയ്ക്ക ഉണ്ട്, ആ മരം നോക്കി നിൽക്കുന്ന കാക്കേനെയും പൂച്ചനെ, ആ പറമ്പിലുള്ള സകല സാധനം നോക്കി അവളവിടെ വായി നോക്കി നിൽക്കുക. ഇവളിത് അകത്തോട്ട് കയറ്റിയാലല്ലേ ഞങ്ങൾക്കിതൊന്ന് പൊട്ടിക്കാൻ പറ്റത്തുള്ളൂ. ഈ സർപ്രൈസ് എന്താണെന്ന് ഞങ്ങൾ അതിൻ്റെ ടെൻഷൻ. ഇവളാണെങ്കിൽ ആ പറമ്പ് മുഴുവൻ ചുറ്റി നടക്കുവാണ്. ഇതൊന്നുമല്ല കോമഡി. ഇതിനകത്ത് 2 നിർത്തിയിട്ടുണ്ട് എൻ്റെ അച്ഛനെയും അമ്മേനെയും വീഡിയോ എടുക്കാനായിട്ട്. പക്ഷേ
എല്ലാം കിട്ടി. ഇവിടെ സർപ്രൈസായിട്ട് കൊണ്ടുവരുന്നത് മാത്രം കിട്ടിയില്ല. പിന്നെ ഇത് അനഹയുടെ ഫോണിലുള്ള ക്ലിപ്പ് വെച്ചിട്ടാണ് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തത്. അവസാനം അദ്ദേഹം അകത്ത് കയറ്റി ആൾ സർപ്രൈസായി. ഈ ഒരു കാര്യം പുള്ളിക്കാരി എക്സ്പെക്റ്റ് ചെയ്തിരുന്നില്ല, ഇങ്ങനെ ഒരു സാധനമേ. പിന്നെ പുള്ളിക്കാരിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഞെട്ടിയതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആളൊട്ടും എക്സ്പ്രസീവ് അല്ല. എക്സ്പ്രസീവ് എന്ന് വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല, ആളിച്ചിരി ഷൈ ഒക്കെയാണ്. അതിൻ്റെ കുറച്ച് ഇതൊക്കെയാണ്. ഇപ്പം ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തു. പിന്നെ നല്ല രസം.